It's day two in Paris and we are almost near to Louvre Museum. But before that we have to get some breakfast. കാരണം ഇന്നിവിടെ സ്ട്രൈക്കാണ് ലുവറിൽ. അപ്പോൾ ഓപ്പണിംഗ് ഒക്കെ കുറച്ച് ഡിലേഡ് ആണ്. So let's start the vlog and welcome back to my Paris part 2 vlog. I love Paris bakeries and cafes because ഇവർക്ക് വെറൈറ്റി ആയിട്ട് കുറേ സാധനങ്ങളുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. And this is not quite usual in German bakeries. ജർമ്മനിയിൽ എപ്പോഴും അധികം ബ്രെഡിൻ്റെ പല വെറൈറ്റീസാണ് ആൻഡ് ദേ ആർ വെരി ഫേമസ് ഫോർ ദെയർ ബ്രെഡ്. And we ordered some croissants and pain au chocolat and some coffee for our breakfast because Paris you should try a lot of varieties of croissants because they are super good. And after finishing our breakfast, we started to go to Louvre Museum. Actually നമ്മൾ വന്ന ദിവസം വളരെ മോശമായിരുന്നു, കാരണം ഇവിടെ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചയിൽ. ആൻഡ് നമ്മൾ ഈ പാരീസ് ട്രിപ്പ് ബുക്ക് ചെയ്തത് തന്നെ ഈ ലൂവർ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഏറ്റവും ആദ്യം ഓടിപ്പോയി ബുക്ക് ചെയ്തത്. എന്നിട്ടോ നമ്മൾ ടിക്കറ്റൊക്കെ മുൻകൂട്ടി ഇട്ടു, പക്ഷേ അവിടെ ഒരു തെഫ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ആഴ്ചയാണോ ഒരു മാസത്തിന് മുന്നാണോ എന്നറിയില്ല. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ട്രൈക്കും കാര്യങ്ങളാണ് അവിടുത്തെ എംപ്ലോയീസ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രൈക്ക് ദിവസമായിരുന്നു ഇന്നും. പക്ഷെ അവർ പറഞ്ഞു അവർ കുറച്ച് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യും, ഓപ്പണിംഗ് ഡിലേ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ ഏരിയ ഫുള്ളൊരു പാലസാണ് ആക്ച്വലി. എന്നിട്ട് അതിൻ്റെ നടുക്ക് എവിടെയാണ് ഈ ലൂവർ മ്യൂസിയം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ നമുക്ക് ഈ പാലസിൻ്റെ ഇങ്ങനെ ചുറ്റുഭാഗം ഫുൾ കാണാം. ആൻഡ് വി ആർ ഗോയിങ് ഇൻസൈഡ് ലൂവർ മ്യൂസിയം. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ടുള്ളൊരു പ്രൊമനാഡാണ്. ആക്ച്വലി ഇതൊരു പാലസിൻ്റെ ഭാഗം തോന്നും. ഇത് ഭയങ്കര ഭംഗിയാണ്. ഈ ഫുൾ ഏരിയ ഇങ്ങനെ ഫുൾ എന്താ പറയുക, പണ്ടത്തെ ഒരു ആർക്കിടെക്ചറും പാലസിൻ്റെ റിമൈനിങ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ലൂവർ മ്യൂസിയത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് 12th സെഞ്ച്വറിയിൽ കിങ് ഫിലിപ്പ് അഗസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഫോർട്രസ് ആയിരുന്നു. പിന്നീട് അതൊരു ഗ്രാൻഡ് റോയൽ പാലസായിട്ട് ഇവോൾവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ കഴിഞ്ഞ സമയത്താണ് ഇതൊരു മ്യൂസിയമായിട്ട് മാറ്റിയത്, ഈ ആർട്ടിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് വേൾഡ്സ് ലാർജസ്റ്റ് ആർട്ട് മ്യൂസിയമാണ്. ആൻഡ് ഇതിനകത്ത് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഐക്കോണിക് ഗ്ലാസ് പിരമിഡ് എൻട്രൻസ് ആണ്. ഇവിടെ കുറേ ഫേമസ് ആർട്ട് വർക്ക്സ് ഉണ്ട് കേട്ടോ. അതിൽ വൺ ഓഫ് ദ ഫേമസ് എന്ന് പറയുന്നത് നമ്മുടെ മൊണാലിസയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് വരും. ആൻഡ് അവിടെ അത് ഭയങ്കര ക്രൗഡഡും കൂടിയാണ്, കാരണം ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പോലും തിക്കും തിരക്കാണ് ഈ മൊണാലിസയുടെ പെയിൻറ്റിങ്ങിന്. ഇവിടെ ഇങ്ങനെ കുറേ നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഐ തിങ്ക് ഐ എം നോട്ട് എ മ്യൂസിയം പേഴ്സൺ. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തെ ആർട്സ് കാണാൻ അത്ര ക്ഷമയൊന്നുമില്ല. പക്ഷേ ഇഫ് യു ആർ എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് ആർട്സ് ആൻഡ് പെയിൻറ്റിങ്സ് ആൻഡ് എവറിത്തിങ്, ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. എല്ലാവരെയും പോലെ തന്നെ മൊണാലിസയുടെ പെയിൻറ്റിങ് കാണാൻ തന്നെയായിരുന്നു മെയിൻ ഹൈലൈറ്റ്. പക്ഷേ ഇവിടുത്തെ തിരക്ക് നോക്കൂ, ആ മൊണാലിസയുടെ അടുത്ത് വരെ പോകാൻ പറ്റില്ല, അത്ര തിരക്കാണ്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഇതിനേക്കാൾ കുറേ നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സ് ഞാൻ വേറെ കണ്ടു. പക്ഷേ അവിടെ നിന്ന് ഇത്ര തിരക്കില്ല, എല്ലാവർക്കും മൊണാലിസനെ കണ്ടാൽ മതി. പിന്നെയും മ്യൂസിയം കാണാൻ കുറേ ഉണ്ട് കേട്ടോ. നടന്ന് തീരില്ല. ഞങ്ങൾ പകുതിയൊന്നും കണ്ടിട്ടില്ല, കുറേ അത്രമാത്രം നടക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ ഏതൊക്കെ എക്സിറ്റ് എത്തിയപ്പോഴാണ് ഈ ഭാഗത്ത് കൂടെ എത്തിയത്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയാലും നമുക്കത്ര ക്ഷമയൊന്നുമില്ല അത് ഫുള്ള് കണ്ടു തീർക്കാൻ. പിന്നെ നമ്മൾ അവിടെ ഒരു ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട്, ഉച്ച കഴിഞ്ഞു ആക്ച്വലി. ഈ മാക്രോൺസൊക്കെ നോക്കൂ, ഭയങ്കര കളർഫുള്ളാണ് ഇവിടുത്തെ മാക്രോൺസ്. ആൻഡ് ദെൻ വി ഹാഡ് സം തായ് ഫുഡ്. പിന്നെ നമ്മൾ ആ മ്യൂസിയത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങി നമ്മൾ മെയിൻ കുറേ സ്ട്രീറ്റ് കാണാൻ വേണ്ടി പോവാണ്. അതിനിവിടെ ക്രിസ്മസിന് വന്ന കാരണം എല്ലായിടത്തും ഭയങ്കര ഭംഗിയാണ്. ഇതാ ഗാലറി ലഫേറ്റ് എന്ന് പറഞ്ഞൊരു മോളാണ്. അവിടെയൊക്കെ ഫുൾ ക്രിസ്മസിന് വേണ്ടി അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കാണ്. കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഈ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഭയങ്കര ക്രൗഡഡാണ് എല്ലായിടത്തും. പക്ഷേ ആരെങ്കിലും പാരീസിൽ വരികയാണെങ്കിൽ ഐ തിങ്ക് ക്രിസ്മസ് ഈസ് ദ ബെസ്റ്റ് ടൈം. ആൻഡ് ഈ ക്രിസ്മസ് ട്രീ വരണത് ഗാലറി ലഫേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക ലക്ഷറിയസ് ഒരു മോളുണ്ട്, അതിനകത്താണ്. അതിനുശേഷം നമ്മൾ പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു മൊറോക്കൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആൻഡ് നമ്മളിതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യുസീൻ കൂടിയാണ്. അപ്പം നമ്മൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പോയ ഫ്രഞ്ച് റെസ്റ്റോറൻറ്റ്സിലെല്ലാം അവർ ഫസ്റ്റ് നമുക്ക് ഈ ബഗേ വിത്ത് സം ബട്ടർ എല്ലാവരും കൊണ്ടു തരുന്നുണ്ട്. അതിന് ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണോ എന്നറിയില്ല, ബഗേ ആൻഡ് ബട്ടർ. ആൻഡ് ഫോർ ദ മെയിൻ കോഴ്സ് വി ഓർഡർ ചിക്കൻ തജീൻ വിത്ത് സം കുസ്കുസ് റൈസ് ആൻഡ് Tyson ordered beef bourguignon.
ആൻഡ് ഇതിൽ ചിക്കൻ തജീൻ ഇസ് എ മസ്റ്റ് ട്രൈ ബിക്കോസ് അത് എന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. അതിലൊരു പിക്കിൾ ലെമണും ഒലീവ്സും പിന്നെ ഇതുവരെ നമ്മൾ കഴിക്കാത്തൊരു ടേസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ 2 ആൻഡ് ഹിയർ ഐ വാണ്ടഡ് ടു ഷോ യു ദ ഗ്ലിംസ് ഓഫ് പാരീസ് മെട്രോ. മെട്രോ ഇസ് നോട്ട് ഫോർ ദ വീക്ക് പീപ്പിൾ ബിക്കോസ് അത്രമാത്രം സ്റ്റേഴ്സ് കയറി ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഓരോ സ്ഥലത്തെത്താൻ. അപ്പോൾ പാരീസിൽ വരുന്നവർ അതും കൂടി ഒന്ന് ആലോചനയിൽ വെച്ചു, കാരണം മെട്രോ അണ്ടർഗ്രൗണ്ട് ആണ് ആൻഡ് യു ഹാവ് ടു വാക്ക് എ ലോട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഡേ 2 വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഡേ 3 കാണാം. ഹലോ എവ്രി വൺ, ഇറ്റ്സ് ഡേ 3 ഇൻ പാരീസ് ആൻഡ് ടുഡേ നമ്മൾ മോണ്ട് മാർട്ടെ എന്നുള്ളൊരു ഹില്ലി ഏരിയയിലേക്കാണ് വന്നിരിക്കണം. പക്ഷേ ഇവിടെ ഒടുക്കത്തെ സ്റ്റെപ്സാണ്, എല്ലായിടത്തും ഇങ്ങനെ കുറേ സ്റ്റെപ്സ് നടന്നിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബേക്കറിയാണ്, കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. ആൻഡ് വി വെൻറ്റ് ടു എ ക്യൂട്ട് ബേക്കറി. അവിടെ നമുക്ക് ഇൻ ഡൈനിങ് ഒന്നുമില്ല, നമ്മൾ ടേക്ക് അവേ ആണ് ചെയ്യേണ്ടത്. ആൻഡ് വി ബോട്ട് ദ ഫേമസ് പാരീസ് എക്ലെയർസ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നടന്നപ്പോഴേക്കും ഇങ്ങനൊരു സ്ഥലം കണ്ടു. അവിടെ ഇങ്ങനെ എല്ലാ ലാംഗ്വേജിലും ഐ ലവ് യു എന്നാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ കണ്ടില്ലേ, ഇങ്ങനെ കുറേ സ്റ്റേഴ്സ് കയറി വേണം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വഴി തെറ്റുമ്പോൾ കുറച്ച് ഇറങ്ങും വേണം, പിന്നെ നമ്മൾ തിരിച്ച് കയറും വേണം. അപ്പോൾ അങ്ങനെ ഒരു കയറൽ ഇറങ്ങൽ ദിവസമാണ് ഇന്നത്തെ ദിവസം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നല്ല മഴയും. അപ്പോൾ ഇന്നത്തെ ഒരു വളരെ ഫെൻറ്റാസ്റ്റിക് ഡേ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ പ്ലേസ് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കാരണം ഒരു ഫെയറി ടെയിൽ വില്ലേജ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. ഇനി നമ്മൾ നടന്നല്ല ആക്ച്വലി മല കയറി പോകുന്നത് ഒരു ബസിലിക്ക, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊരു ഹില്ലി ഏരിയ കാരണം കുറച്ച് അത്യാവശ്യം കഷ്ടപ്പെട്ട് വേണം നമുക്ക് നടക്കാൻ. പക്ഷെ അതിൻ്റെ മുകളിലെത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സും ക്യൂട്ടായിട്ടുള്ള കെഫേയും പിന്നെ ബ്രഞ്ച് പ്ലേസസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ എല്ലായിടത്തും ആസ് യൂഷ്വൽ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ മോൺമാർട്ടെ എന്ന് പറയുന്ന പ്ലേസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം പാരീസ് ആണ് കേട്ടോ. കാരണം സ്ട്രീറ്റ്സ് ഭയങ്കര നാരോ ആണ്, ഹില്ലിയാണ്, പിന്നെ ഒരു ഫുൾ ഓഫ് ക്യാരക്ടർ ഉള്ളൊരു പ്ലേസാണ്. പിന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫേമസ് ആർട്ടിസ്റ്റ് ലൈക്ക് പിക്കാസോ, വാൻ ഗോഗ് അവരുടെയൊക്കെ ഒരു വീടും കൂടി ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ക്രിയേറ്റീവ് വൈബാണ് ഇവിടെ. ആൻഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ നമുക്ക് സാക്രക്കോർ ബസിലിക്ക കാണാം. ആൻഡ് അവിടെ നിന്നാണ് നമ്മുടെ വ്യൂ. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ഈ പ്ലേസ് ദ ടൂർട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ ആർട്ടിസ്റ്റ് പെയിൻറ്റിങ്ങും അതുപോലെ പോർട്രേറ്റ് സ്കെച്ചിങ്ങും പിന്നെ അവരവരുടെ വർക്ക് നമുക്കപ്പോൾ തന്നെ സെല് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഒരു 1 hour അല്ലെങ്കിൽ 2 hour ഒക്കെ ഇരുന്ന് കൊടുത്താൽ നമ്മുടെ പടമൊക്കെ വരച്ച് തരും. അപ്പോൾ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഏരിയ ആണ് ഈ ഭാഗം. ആൻഡ് നമ്മൾ ബസിലിക്കയുടെ അവിടെ പോയപ്പോൾ ഇങ്ങനെ ഒരു പാർക്കുണ്ട്, ഒരു പെറ്റ് പാർക്കാണെന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ട് അവരുടെ പെറ്റ്സിനൊക്കെ ഇങ്ങനെ അയച്ചു വിട്ടിട്ട് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്യൂട്ട് പാർക്കായിരുന്നു. അതിനുശേഷം നമ്മുടെ സാക്രക്കോർ ബസിലിക്കയിലെത്തി. അവിടെയും അതിൻ്റെ അകത്ത് പോകാൻ വലിയൊരു ക്യൂ ആണ് കേട്ടോ. ആൻഡ് ഹിയർ കംസ് അവർ വ്യൂ. ലൈക്ക് നമുക്ക് ഹോൾ പാരീസ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാം. ആൻഡ് ഇങ്ങനെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു അത്ര ഭംഗിയിൽ കാണുന്നില്ല, പക്ഷേ ഇറ്റ് വാസ് വെരി ഗുഡ് ടു വ്യൂ ഫ്രം ദെയർ. അപ്പം ഇനി നിങ്ങൾ ഈ വ്യൂ ഒക്കെ നല്ലോണം എൻജോയ് ചെയ്യേ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പുറത്ത് ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് അവിടെയൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്കിനി അകത്ത് പോകാം. പക്ഷെ അകത്ത് പോകണമെങ്കിൽ നമ്മളൊരു 1 hour അവിടുത്തെ ക്യൂവിൽ നിൽക്കണം എന്ന് തോന്നുന്നു. അത്രമാത്രം ആൾക്കാർ അവിടെ ക്യൂവിൽ ഓൾറെഡി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്തായാലും ഇവിടെ വന്നതല്ലേ, നമുക്ക് പള്ളിയുടെ അകത്ത് കയറാം. ആൻഡ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ക്യൂ ഒക്കെ നിന്നിട്ട് നമ്മുടെ പള്ളിയുടെ അകത്ത് കയറി. ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, പഴയൊരു പള്ളി, നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയൊരു പള്ളി. ആൻഡ് എന്താ പറയുക, നമുക്കൊരു സൈലൻസ് ഉണ്ടാവുമല്ലോ പള്ളിയുടെ അകത്ത് കയറി. എനിക്ക് ആക്ച്വലി പഴയ പള്ളികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ആൻഡ് അതിനുശേഷം ഇത് നമ്മുടെ ആക്ച്വലി ലാസ്റ്റ് ഡേ ആണ്. സോ നമ്മൾ തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ ലഞ്ച് കഴിക്കണം. ആൻഡ് വി വെൻറ്റ് ടു എ ഫേമസ് ബഗേ പ്ലേസ്, ബഗേ ഓർ സാൻഡ്വിച്ച് അങ്ങനത്തെ ഒരു പ്ലേസ്. അപ്പോൾ ഇവിടെയും നമ്മളൊരു 1 hour ക്യൂ നിന്നു കേട്ടോ. കാരണം ഭയങ്കര ഫേമസ് ആണ് ഈ സ്ഥലം. ആൻഡ് ദ ബഗേ ഓർ സാൻഡ്വിച്ച് ഇസ് വെരി ഗുഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പാസ്ട്രാമി സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. അങ്ങനെ അത് നമ്മൾ കഴിച്ചിട്ട് പിന്നെ നമ്മളിനി നടക്കുന്നത് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ പാരീസ് ട്രിപ്പ്. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് റിയലി ലൈക്ഡ് മൈ വ്ളോഗ്. അപ്പോൾ ഇനിയും നമുക്കിതുപോലത്തെ കുറേ ട്രാവൽ വ്ളോഗ്സും വേറെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.